സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1174 സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വായിച്ചതാണ് ഓൾറെഡി. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ ചാനൽ ഏകദേശം 7K സബ്ബാനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കൂടി അതിൽ നിന്ന് ശ്രമിക്കുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ ടൈറ്റിൽ ഉണ്ടായിരുന്നത് നമ്മുടെ വൈറ്റ് ബിയർഡിനായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൽ നമുക്ക് ഇപ്പോഴത്തെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറിനെ കാണാൻ കഴിഞ്ഞേക്കും. പിന്നെ കവർ സ്റ്റോറിയിൽ നമ്മുടെ റോജർ ഒരു ടീറക്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്റ്റേജ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കുട്ടികൾ ആ തകർന്നു പോയ ഷിപ്പ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഷിപ്പ് തകർന്നതിൻ്റെ ഭാഗമായിട്ട് ആ കടലിൻ്റെ അവിടെ വലിയൊരു ഹോള് ഉണ്ടായിട്ടുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ ഹോളിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അവർക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ സമേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ മരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പ്ലാൻ എന്തായാലും കൊളായി. ഈ ഷിപ്പ് തകർന്നതോടുകൂടി ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വന്ന് വേറെ കുറച്ച് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി എന്നാണ് നമ്മുടെ സമേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മുടെ സമേഴ്സ് വളരെ ഈവളായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. സമേഴ്സ് മാത്രമല്ല, ഇതുപോലെ തന്നെയായിരിക്കും മറ്റുള്ള ഹോളി നൈറ്റ്സും. പിന്നെ ഈ ആർക്കിൽ നമ്മുടെ സമേഴ്സിൻ്റെ കഥ കഴിയാൻ ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഇതിൽ നമ്മുടെ സമേഴ്സിൻ്റെ ബ്രൂട്ടാലിറ്റിയോ അതുപോലെ തന്നെ ഈവിൾ മൈൻഡോ ഇതൊക്കെ ഒരുപാട് തവണ എടുത്ത് പിടിച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ സമേഴ്സിനെ ഈ ഒരു ആർക്കോട് കൂടെ തീർക്കാനായിരിക്കും നമ്മുടെ ഓർഡറിൻ്റെ പ്ലാന്. ഒരു പക്ഷേ അത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക്കി ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളെ റിപ്ലിയോ അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സും കൂടി നമ്മുടെ കുട്ടികളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആ കുട്ടികളെ കെട്ടിപ്പിടിക്കും, എന്നുവെച്ചാൽ അവരോട് കൂടി താഴേക്ക് വീഴും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവർ വീണത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും പറ്റാനൊന്നും പോകുന്നില്ല, ചാൻസ് അല്ലേ. അത് മാത്രമല്ല, ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ സമേഴ്സിൻ്റെ പവർ കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ കുട്ടികളുടെ ചുറ്റിൽ ഒരു ഇൻവിസിബിൾ വൈൻസോ മുള്ളു പോലത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നല്ലോണം ഹേർട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ലൈനിൽ കൊടുത്തിട്ടുള്ളത്, പക്ഷേങ്കിൽ അവരൊക്കെ താഴെ വീഴുന്നതിന് മുമ്പ് നമ്മളെ ലോക്കി വന്നിട്ട് അവരെയൊക്കെ സേവ് ചെയ്യുക. അതും വലിയൊരു ഡ്രാഗൺ ഫോമിലേക്ക് നമ്മളെ ലോക്കി മാറുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് കളർ ഡ്രാഗൺ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമ്മുടെ ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് ഒരു മെൻഷനും ഇല്ല. ഇനി അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് നമ്മളെ ലോക്കി ഡ്രാഗൺ ഫോമിലും അതുപോലെ ലൂഫി തൻ്റെ ഗിയർ 5 ഫോമിലും ആൻഡ് റാഗ്നിയർ ഇൻ സ്ക്വയറൽ ഫോം, അതും നമ്മുടെ ലോക്കിയുടെ തലയിലാണുള്ളത്. എന്നിട്ട് നമ്മുടെ മറ്റുള്ള മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി വരുന്നിടത്താണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നതെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്പോയിലേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.